ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ്. അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. LP-UP എക്സാമിന് വേണ്ടിയുള്ള പഠനത്തിൽ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു മേഖലയാണ് ബോധന രീതികൾ എന്നുള്ളത്. ബോധന രീതികൾ എന്നുള്ള ഭാഗത്ത് നിന്നും പ്രധാനം എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് മനഃശാസ്ത്ര ചിന്താധാരകളാണ്. മനഃശാസ്ത്രത്തിലെ വ്യത്യസ്തമായ ചിന്താധാരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം, ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം, സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾട്ടിസം, വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം, മാനസിക അപഗ്രഥനം അഥവാ സൈക്കോ അനാലിസിസ്, മാനവികതാവാദം അഥവാ ഹ്യൂമാനിസം, ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഇതൊക്കെയാണ് മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചിന്താധാരകൾ. നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഘടനാവാദം എന്താണ്? ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ഘടനാവാദം. ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ഘടനവാദം. ഘടനവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ടാണ്. ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ട്. വില്യം വൂണ്ടിൻ്റെ ഘടനാവാദത്തിൽ അപഗ്രഥത്തിന് വിധേയമാക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശം. ഇവയൊക്കെയാണ് പഠന വിധേയമാക്കിയ ഘടകങ്ങൾ. ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. 1879 ലീപ്സിംഗ് സർവകലാശാലയിൽ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല, സൈക്കോളജിക്കൽ ലബോറട്ടറി സ്ഥാപിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ്, ലീപ്സിംഗ് സർവകലാശാലയിൽ. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ അഥവാ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. എന്താണ് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വില്യം വൂണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത്, പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണെന്ന് വിശ്വസിച്ച മനഃശാസ്ത്ര ചിന്താധാര ധർമ്മവാദമാണ് അഥവാ ഫങ്ഷണലിസം. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിച്ച മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം. ധർമ്മവാദത്തിൻ്റെ ഉദ്ഘാടകൻ എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തിൻ്റെ ഉദ്ഘാടകൻ അങ്ങനെ അറിയപ്പെടുന്നത് വില്യം ജെയിംസ്. ധർമ്മവാദത്തിൽ അപഗ്രഥന വിധേയമാക്കിയ ഘടകങ്ങൾ: പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം. എന്തൊക്കെയാണ്? പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം എന്നിവയാണ്. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾട്ടിസം മാക്സ് വെർത്തിമർ ആണ്. മാക്സ് വെർത്തിമർ അദ്ദേഹം ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ്. സമഗ്രതാവാദത്തിൻ്റെ കേന്ദ്ര ആശയം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത. ഇതാണ് സമഗ്രതാവാദത്തിൻ്റെ കേന്ദ്ര ആശയം. ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഗെസ്റ്റാൾട്ടിസം. ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഗെസ്റ്റാൾട്ടിസം. ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടുന്നവർ കോഹ്ലർ, കുട്ട്കാഫ്ക, വെർത്തിമർ എന്നിവരാണ്. കോഹ്ലർ, കുട്ട്കാഫ്ക, വെർത്തിമർ. അടുത്തത് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം. അതിൻ്റെ ഉപജ്ഞാതാവ് JB വാട്സൺ. വളരെ പ്രധാനപ്പെട്ടതാണ് അതും. വ്യവഹാരവാദത്തിൻ്റെ അഥവാ ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവാണ് JB വാട്സൺ. JB വാട്സൺ ആണ്. സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്ന വാദമാണ് വ്യവഹാരവാദം അഥവാ ചേഷ്ടവാദം. സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പ്രസ്താവിക്കുന്ന വാദമാണ് വ്യവഹാരവാദം. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തവും ഇതുതന്നെയാണ്. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം. പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തം വ്യവഹാരവാദമാണ്.
പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണ് എന്ന് വാദിക്കുന്നതാണ് വ്യവഹാരവാദം. മാനസിക അപഗ്രഥനം അഥവാ ഹ്യൂമാനിസം, അതിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. മാനസിക അപഗ്രഥനം ഹ്യൂമാനിസം അല്ല, സൈക്കോ അനാലിസിസ് ആണ്. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡാണ്. മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡാണ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അഥവാ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന ഗ്രന്ഥം രചിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം സിഗ്മണ്ട് ഫ്രോയിഡ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് രചിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങൾ വളരെ വേഗം നോക്കാം. പ്രധാനപ്പെട്ടതാണ് ഓൺ അഫാനിയ, ദ സൈക്കോളജി ഓഫ് എവരിഡേ ലൈഫ്, ദ ഈഗോ ആൻഡ് ദ ഈത്ത്, ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ. ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് മാനസിക അപഗ്രഥനം. അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് മാനസിക അപഗ്രഥനം. പ്രധാന മാനസിക പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് അബോധതലമാണ് എന്ന് വ്യക്തമാക്കിയത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. മനുഷ്യൻ്റെ സവിശേഷമായ ഗുണങ്ങളിൽ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഉള്ള ശേഷിയും സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തോടെ കാണിക്കുന്നതാണ് മാനവികതാവാദം. മാനവികതാവാദത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ. ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്നത് മാനവികതാവാദം. പേരിൽ തന്നെ ഉണ്ടല്ലേ, മനുഷ്യനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മാനവികതാവാദത്തിലെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. കാൾ റോജർ, ഗ്ലേസർ, കോബ്സ്, എബ്രഹാം മാസ്ലോവ്. കാൾ റോജർ, ഗ്ലേസർ, കോബ്സ്, എബ്രഹാം മാസ്ലോവ്. ജ്ഞാനനിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്കാണ് ജ്ഞാനനിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്നത്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ജ്ഞാനനിർമ്മിതിവാദമാണ്. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന വാദമാണ് ജ്ഞാനനിർമ്മിതിവാദം. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ നൂതന വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. നമ്മൾ കേട്ടിട്ടുള്ളതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലേ. കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നു. ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കപ്പെടണം. ഇങ്ങനെ പ്രസ്താവിക്കുന്നതാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. കുട്ടി സമൂഹവുമായി ഇടപഴകണം, അറിവ് നിർമ്മിക്കണം. ഇവ എന്ത് ചെയ്യണം? പങ്കുവയ്ക്കപ്പെടണം. ഇതാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്നതെന്താണ്? ഒരു വ്യക്തിയുടെ പഠനം, ഓർമ്മ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എന്നിവയൊക്കെയാണ്. വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, ഡേവിഡ് ഓസ്വെൽ, കർട്ട് ലെവിൻ തുടങ്ങിയവരാണ്. വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കളാണ് ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, ഡേവിഡ് ഓസ്വെൽ, കർട്ട് ലെവിൻ തുടങ്ങിയവർ.